ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റാഗി പൗഡർ ഉപയോഗിച്ച് എങ്ങനെ വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അമൃതം പൊടി ഉപയോഗിച്ച് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെയാണ് ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അതുമാത്രമല്ല, മൈദയോ വൈറ്റ് ഷുഗറോ ഒന്നും ഈ ബിസ്ക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വീട്ടിൽ മാത്രമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ബിസ്ക്കറ്റ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ റാഗി പൗഡർ ഞാനിവിടെ 1/2 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സ്പൗട്ടഡ് റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത്. സാധാ റാഗി പൗഡർ എടുത്താലും മതി. പിന്നെ വേണ്ടത് അതേ അളവിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പൊടിയാണ്. കൂടാതെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ പൗഡറെല്ലാം കൂടിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ മാത്രമാണ് നമ്മുടെ ബിസ്ക്കറ്റ് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഒരിക്കലും ഒഴിവാക്കരുത്. അരിച്ചെടുത്തതിന് ശേഷം വരുന്ന തരികൾ നമുക്ക് മാറ്റിക്കളയാം. ഫൈൻ പൗഡർ വേണം എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 50 ഗ്രാം ബട്ടറാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുള്ള ബട്ടറാണിത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ആണെങ്കിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി വേണ്ടത് 1/4 കപ്പ് പനങ്കൽക്കണ്ടം അലിയിച്ച് അരിച്ചെടുത്തതാണ്. 1/4 കപ്പ് മുഴുവനായിട്ട് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പനങ്കൽക്കണ്ടം ഒരു ഹെൽത്തി ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ പനങ്കൽക്കണ്ടം എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പനങ്കൽക്കണ്ടം ആണെങ്കിൽ അതിൻ്റെ അകത്ത് വേസ്റ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടം മേടിച്ചിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ പൗഡർ ഉപയോഗിച്ചാലും മതി. അതുമല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ വാങ്ങാൻ കിട്ടും. ബ്രൗൺ ഷുഗർ ജാറിലിട്ട് പൊടിച്ചിട്ട് 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഷുഗർ ഉപയോഗിക്കാം. അപ്പം ബട്ടറും പനങ്കൽക്കണ്ട സിറപ്പും കൂടിയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പൊടികളോട് ഇട്ടിട്ട് ചപ്പാത്തി പരുവത്തിന് കുഴച്ചെടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പനങ്കൽക്കണ്ടത്തിൽ സിറപ്പ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചു കൊടുത്താൽ മതി. പനങ്കൽക്കണ്ടത്തിൽ സിറപ്പ് ഒഴിക്കേണ്ട, പാൽ ഒഴിച്ചെടുത്താൽ മതി. പാലൊഴിച്ചു കൊടുക്കുമ്പോൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഓരോ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇനി എല്ലാ ബിസ്ക്കറ്റിനും ഒരേ ഷേപ്പ് കിട്ടാനായിട്ട് എൻ്റെ ഈ കുക്കി കട്ടറില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അടപ്പ് ഉപയോഗിച്ച് ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഒരുപാട് കട്ടിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് വെന്ത് വരത്തില്ല, അടി കരിഞ്ഞു പോവുകയും ചെയ്യും. ബിസ്ക്കറ്റ് വെന്ത് ക്രിസ്പി ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങ് കട്ടിയാക്കരുത്, എന്നാൽ ഒരുപാട് അങ്ങ് പ്ലെയിൻ ആക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒരു ഡിസൈനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, നിർബന്ധമില്ല. ഇനി അത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ ബിസ്ക്കറ്റ് വെച്ച് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്ന ബിസ്ക്കറ്റ് കൊടുക്കരുതെന്ന് പറയുന്ന അതിൽ ധാരാളം പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ്. അത് മാത്രമല്ല, ധാരാളം ഷുഗറും മൈദയൊക്കെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ, ഓവനോ ഒന്നും വേണ്ട, റാഗി കൊണ്ട് അമൃതം പൊടിയൊക്കെ കൊണ്ടിട്ട് വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിതുപോലെ ബിസ്ക്കറ്റൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, ഈ റാഗി ആണെങ്കിലും അമൃതം പൊടി ആണെങ്കിലും കുറുക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കാൻ വേണ്ടി മടി കാണിക്കുക. അപ്പോൾ ഇതുപോലെ ഓരോ ഫുഡായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാത്രമാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ അലുമിനിയം പാത്രം ഒരു 10 മിനിറ്റ് ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം.
ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഇവിടെ കുക്കീസ് റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എടുത്ത് പുറത്ത് വെക്കാം. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് വളരെയധികം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ബിസ്ക്കറ്റ് ഒന്ന് തണുത്ത് വരുമ്പോഴാണ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ബിസ്ക്കറ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കാം. കറക്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ബിസ്ക്കറ്റ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.